ഇന്ത്യൻ വ്യോമപാത ഉപയോഗിക്കുന്നതിന് പാക് വിമാനങ്ങൾക്കും വിമാന കമ്പനികൾക്കും ഏർപ്പെടുത്തിയിരുന്ന നിരോധനം കേന്ദ്രം നീട്ടി. ഒക്ടോബർ 24 വരെ ഒരു മാസ കാലയളവിലേക്കാണ് നിരോധനം നീട്ടിയിരിക്കുന്നത്. പാക് വ്യോമപാത ഉപയോഗിക്കുന്നതിൽ ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള നിരോധന തീരുമാനം പാക് സർക്കാരും നീട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയും തീരുമാനമെടുത്തത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനാണ് ആദ്യം വ്യോമപാത അടയ്ക്കാനുള്ള തീരുമാനമെടുത്തത്. ഇരു രാജ്യങ്ങളുടെയും വിമാനങ്ങൾക്ക് മാത്രമാണ് നിരോധനം. മറ്റ് രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് ഇരു രാജ്യങ്ങളുടെയും വ്യോമപാത ഉപയോഗിക്കാം. ഇരു രാജ്യങ്ങളുടെയും മുൻ നിരോധന കാലയളവ് ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് നിരോധനം നീട്ടി ഉത്തരവിറങ്ങിയത്. പാകിസ്ഥാന്റെ വ്യോമപാത അടച്ചത് 800ഓളം ഇന്ത്യൻ വിമാനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. വിമാനങ്ങളുടെ പ്രവർത്തനത്തെയും മെയിൻ്റനൻസിനെയും അടക്കം ബാധിക്കുന്നുണ്ട്. ചെലവുകൾ വർദ്ധിക്കാനും കാരണമായി. എയർ ഇന്ത്യ, ആകാശ എയർ, സ്പൈസ് ജെറ്റ് എന്നിങ്ങനെ നിരവധി കമ്പനികൾ ഈ റൂട്ടിൽ നിരന്തരം സർവീസുകൾ നടത്തുന്നവരാണ്. അന്താരാഷ്ട്ര സർവീസുകൾ കുറവായ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വിമാന കമ്പനികൾക്ക് ഇന്ത്യൻ വ്യോമപാത അടച്ചത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയില്ല. ആഴ്ചയിൽ 6 വിമാനങ്ങൾ മാത്രമാണ് ഇന്ത്യൻ വ്യോമപാത ഉപയോഗിക്കുന്നത് എന്നതിനാൽ ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനെ കാര്യമായി ബാധിക്കുകയില്ല. 2019 തങ്ങളുടെ വ്യോമപാത അടച്ചതിനെ തുടർന്ന് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് 700 കോടി രൂപയുടെ നഷ്ടമാണ് നേരിടേണ്ടി വന്നത്. ഇന്ധന ചെലവിൽ വന്ന വർധനവും മറ്റും കാരണമായിരുന്നു ഇത്രയും നഷ്ടമുണ്ടായത്. എയർ ഇന്ത്യയെയാണ് അന്നത്തെ വിമാനപാത നിരോധനം ഏറ്റവും കൂടുതൽ ബാധിച്ചത്.